Hi friends, എല്ലാവർക്കും RESHU'Z PSC വേരിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് PSC ക്ലാസ് അല്ല, ഇത് ജനമൈത്രി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എക്സാം ആണ്. ഇതിൽ മാനേജർ, അസിസ്റ്റന്റ് മാനേജറൊക്കെ, റീജിയണൽ മാനേജറൊക്കെ ഉള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് അയച്ചിരുന്ന PDF ആണ്. ഇത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം, ഒരു ക്ലാസ് ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. PDF കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ PDF എടുക്കാത്തവർക്കൊക്കെ വേണ്ടി ചെയ്യണം. ഇത് ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റണില്ല. നിങ്ങൾക്ക് ക്ലാസ് ആയിട്ടല്ല, ഈ ഒരു PDF ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് നോട്ട് എഴുതേണ്ടവർക്ക് എഴുതിയെടുക്കാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഞാനത് പഠിച്ചിട്ടില്ല, പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. Under which act the Triplicane Urban Cooperative Bank was registered? Triplicane Urban Cooperative Bank രജിസ്റ്റർ ചെയ്തത് ഏത് വർഷമാണ്? ഏത് ആക്ടിന്റെ കീഴിലാണ്? 1904 1904 ആക്ടിന്റെ കീഴിലാണ് TUCB ട്രിപ്ലിക്കൈൻ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 1904 ആക്ടിന്റെ കീഴിലാണ് ഈ ഒരു ബാങ്ക് വന്നിട്ടുണ്ട്. യൂത്ത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ബൈ SCU യൂത്ത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം SCU ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. യൂത്ത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത് SCU. SCU ഈ യു എന്ന് പറയുമ്പോൾ യൂത്ത് എന്ന് ഓർക്കുക. യൂത്ത്. അപ്പൊ SCU യൂത്ത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതാണ് SCU. ട്രിപ്ലിക്കൈൻ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 1904 ആക്ടിലാണ് രജിസ്റ്റർ ചെയ്തത്. യൂത്ത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത് SCU ആണ്. SCU. The ultimate authority of NCUI is vested with the general body. NCUIയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി ആണ് ജനറൽ ബോഡി. ജനറൽ ബോഡിയാണ് NCUIയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി. The ultimate authority of NCUI is vested with the general body. ഫെഡറൽ സൊസൈറ്റി. റൈറ്റ്കോ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സൊസൈറ്റി ആണ്. റൈറ്റ്കോ ഈസ് എ ഫെഡറൽ സൊസൈറ്റി. Who prepared DAP? Who prepared DAP? ആരാണ്? KSCA RDB. KSCA RDB. KSCA RDB ആണ് DAP പ്രിപ്പയർ ചെയ്തത്. ഇതില് ഡിയും എയും ഒക്കെ ഉണ്ട്. അപ്പൊ DAP KSCA RDB. ഓക്കെ. എക്സ് ഒഫീഷ്യൽ മെമ്പർ ഓഫ് CCU. എക്സ് ഒഫീഷ്യൽ മെമ്പർ ഓഫ് CCU ആരാണ്? AR and AD. AR and AD ആണ് എക്സ് ഒഫീഷ്യൽ മെമ്പർ ഓഫ് CCU. ഇതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാനൊന്നും അറിയില്ല. ഫുൾ ഫോം ഒക്കെ ഞാൻ തപ്പിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇത് ഞാനും വായിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്കിതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പറഞ്ഞു തരാൻ. ആ PDF ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അണ്ടർ വിച്ച് ആക്ട് NHRDF രജിസ്റ്റേർഡ്? NHRDF രജിസ്റ്റർ ചെയ്ത ആക്ട് എന്താണ്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ആണ് NHRDF രജിസ്റ്റർ ചെയ്തത്. സൊസൈറ്റി രജിസ്ട്രേഷൻ NHRDF സൊസൈറ്റി ആണ് NHRDF. 1860 NHRDF. NAFCUB എസ്റ്റാബ്ലിഷ് ചെയ്തത് 1977 ആണ്. 1977 ഫെബ്രുവരി 17. 1977 ഫെബ്രുവരി 2 17 NAFCUB എസ്റ്റാബ്ലിഷ് ചെയ്തത്
1977 ഫെബ്രുവരി 17 NAFCUB. Okay. First central cooperative bank in the world formed in Germany. ആദ്യമായിട്ട് ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത് ജർമ്മനിയിലാണ്. സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത് ജർമ്മനിയിലാണ്. ഓക്കെ, ജർമ്മനിയാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ടൈപ്പ് സൊസൈറ്റിയാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്? ഒരു നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ആ ഒരു ടൈപ്പ് സൊസൈറ്റിയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. നോൺ അഗ്രികൾച്ചർ ആണ്. അർബൻ ഏരിയയിൽ അഗ്രികൾച്ചർ കുറവാണല്ലോ, അപ്പോൾ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ടൈപ്സ് ആണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. KSCB is known as keystone in the history of corporation. കോർപ്പറേഷന്റെ ഹിസ്റ്ററിയിലെ കീസ്റ്റോൺ എന്ന് പറയുന്നത് KSCB ആണ്. KSCB ആണ് ദ കീസ്റ്റോൺ ഓഫ് ഹിസ്റ്ററി ഇൻ കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ കീസ്റ്റോൺ ആണ് KSCB. കോർപ്പറേഷൻ ബാങ്ക് എന്നാണ് അർത്ഥം തോന്നുന്നു. KSCB. AIMAS inaugurated by TT Krishnamachari. AIMAS ആരാണ്? TT Krishnamachari in 1965 ഇനോഗ്രേറ്റ് ചെയ്തു. AIMAS കൃഷ്ണമാചാരി, മാചാരി, ഇതില് കൃഷ്ണനാചാരിയാണ്. അപ്പൊ അത് ചെയ്യൂല. അപ്പൊ AIMAS TT കൃഷ്ണനാചാരി 1965 1965 AIMAS ഉദ്ഘാടനം ചെയ്തത് TT കൃഷ്ണനാചാരി ആണ്. സഹകരണ പ്രബോധിനി is published by കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പബ്ലിഷർ ആണ് സഹകരണ ബോധിനി. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സഹകരണ ബോധിനി. ഇന്റലക്ച്വൽ നെർവ് സെന്റർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് വാംനികോം. വാംനികോം മൂവ്മെന്റ് ആണ് നെർവ് സെന്റർ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ നെർവ് സെന്റർ എന്ന് പറയുന്നത് വാംനികോം ആണ്. വാംനികോം. KSARDB has given membership to South Wayanad Girijan Farming Society Cooperative Society in the year 1982. 1982 KSARDBക്ക് സൗത്ത് ഗിരിജൻ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. സൗത്ത് ഗിരിജൻ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് കൊടുത്ത വർഷം എന്നാ 1982. KSARDBയില് മെമ്പർഷിപ്പ് കൊടുത്തതാണ്. സൗത്ത് വയനാട് ഗിരിജൻ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് കൊടുത്ത വർഷമാണ് 1982. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് NCDC ആണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് NCDC ആണ്. NCDC. ചെയർമാൻ ഓഫ് നബാർഡ് ആൾവേസ് ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI. നബാർഡിന്റെ ചെയർമാൻ എപ്പോഴും ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആയിരിക്കും. ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI. ഹു സ്റ്റാർട്ടഡ് ഹെഡസ്ഡോർഫ് ക്രെഡിറ്റ് യൂണിയൻ. ഹെഡസ്ഡോർഫ് ക്രെഡിറ്റ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്തത് റൈഫൈസൻ ആണ്. റൈഫൈസൻ. Okay. The development of communes in China was known as Great Leap Forward. ചൈനയിൽ ഉള്ള ഒരു കമ്മ്യൂൺ ഡെവലപ്മെന്റിനെ പറയുന്നത് പേരാണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നത് ചൈനയിലുള്ളൊരു ഡെവലപ്മെന്റ് കമ്മ്യൂൺസ് ആണ്. The special development of debentures are fully purchased by നബാർഡ്. നബാർഡാണ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡെബഞ്ചേഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് നബാർഡാണ്. ഫസ്റ്റ് കോർ ബാങ്കിങ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് കോപ്പറേറ്റീവ് സെക്ടർ?
KSCB ആണ്. KSCB ആണ് ഫസ്റ്റ് കോർ ബാങ്കിങ് ഫെസിലിറ്റി. ഇൻട്രൊഡ്യൂസ് ചെയ്തത് KSCB ആണ്. ഈ KSCB ആണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീ സ്റ്റോൺ എന്ന് പറയുന്നത് KSCB ആണ്. KF എസ്റ്റാബ്ലിഷ് ചെയ്തത് 1899 1899 KF എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1899. Potentially linked credit plan was implemented by NABARD. NABARD ആണ് potentially linked credit plan implement ചെയ്തത്. Potentially linked credit plan establish ചെയ്തത് NABARD ആണ്. In which section of KCS Act is mentioned as reserve fund of the society accordance with the provisions shall not be liable to attachment. Section 39 2 ആണ് ഈ പറയുന്ന KCS Act മെൻഷൻ ചെയ്യുന്നത്. KCS Act മെൻഷൻഡ്. അതിലെന്താണ് റിസർവ് ഫണ്ട് of the society in accordance with the provision shall not be liable to attachment. Section 39 2 ആണ്. NHRDF stands for National Horticulture Research and Development Foundation. അപ്പോൾ NHRDFനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നാഷണൽ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. ഹോർട്ടിക്കൾച്ചർ ആണ് ഇവിടെ വരുന്നത്. നാഷണൽ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ NHRDF. ഓക്കെ, NHRDF നമ്മളിവിടെ എവിടെയോ NHRDFനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? NHRDF ഏത് ആക്ടിലാണ് പാസ്സായത്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 NHRDF ആക്ട് പാസ്സായത്. അതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എപ്പോഴും MD ആണ്. NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് MD ആണ്. The formation of NCUI associated with the Gorhan Committee report. Gorhan Committee റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് NCUI ഫോം ചെയ്തത്. NCUI ഫോം ചെയ്തത് ഗോർഹൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് KSCB കൺസിസ്റ്റ് ഓഫ് 9 members. KSCBയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എത്ര പേരാ? 9 ആളാണ്. 9 മെമ്പേഴ്സ് ആണ് KSCBയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. 9 മെമ്പേഴ്സ് ആണ്. ഇപ്പൊ KSCBയെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് കീ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. പിന്നെ KSCBയുടെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതാ ഫസ്റ്റ് കോർ ബാങ്കിങ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് KSCB ആണ്. അപ്പൊ അതിലെ കമ്മിറ്റിയുള്ള മെമ്പേഴ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് 9 പേരാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് 9 പേരാണ്. KICMA started in 2009. KICMA 2009 സ്റ്റാർട്ട് ചെയ്തത്. KICMA. Affiliation fee is calculated on the basis of paid up share capital. Paid up share capital വെച്ചിട്ടാണ് affiliation fee calculate ചെയ്യുന്നത്. Section that deals with the no registration for overlapping cooperative societies. Section 7(1)(c) ലാണ് overlapping no registration for overlapping എന്ന് പറയുന്നത് സെക്ഷൻ 7(1)(c) ലാണ്. ഫോം മെമ്പർ of application for review tribunal is 16. Form
member of application review for tribunal members 16 ആണ്. For member of application for review into tribunal is 16. Number of days notice is required number of days noticed is required for meeting to consider the non-confidence motion. 15 days ആണ്. Non-confidence motion 15 days ആണ്. ആ ഒരു നോട്ടീസ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ഈസ് റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് എന്താ പറയുക, നോട്ടീസ് കൊടുക്കുന്നത് 15 days ആണ്. 15 ദിവസത്തിനുള്ളിലാണ് ഇത് കൊടുക്കുക. മീറ്റിങ്ങിന് നോട്ടീസ് കൊടുക്കുക. നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ഈസ് റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ് ടു കൺസിഡർ ദ നോൺ കോൺഫിഡൻസ് മോഷൻ. ഹു ഹാസ് ദ പവർ to give direct to the committee of a society to suspend the officer under section 66B. Registrar ആണ് ഈ 66B പ്രകാരം എന്ത് ചെയ്യാൻ ഓഫീസറെ സൊസൈറ്റി ഓഫീസറെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രജിസ്ട്രാർ ആണ്. Who has the power to give direction to the committee. കമ്മിറ്റി ഡയറക്റ്റ് പവർ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? സൊസൈറ്റി സസ്പെൻഡ് ദ ഓഫീസർ അണ്ടർ 66B. രജിസ്ട്രാർക്കാണ് ആ ഒരു പവർ ഉള്ളത്. മിനിമം അഫിലിയേഷൻ ഫീ പേയബിൾ ടു SCU. SCUല് മിനിമം അഫിലിയേഷൻ ഫീ പേയ്മെന്റ് ചെയ്യുന്നത് 100 രൂപയാണ്. ഓക്കെ. In which rule of KCS Act deals with the society shall contribute towards education fund at the rate specified rule 53(2)(a). 53(2)(a ലാണ് KCS Act deals contribute towards education fund. Education ഫണ്ടിനെ കുറിച്ച് പറയുന്നത് റൂള് 53(2)(a ലാണ്. Form number of the register of the declaration of movable property 8 സീലാണ്. ഫോം നമ്പർ ഓഫ് രജിസ്റ്റർ ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവബിൾ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഫോം നമ്പർ എന്ന് പറയുന്നത് 8C ആണ്. The period of administrator shall not exceed 1 year in aggregate. The period of administrator shall not exceed 1 year in aggregate. If the original ID card recovered after issuing duplicate ID card, original card shall be surrendered to the society. Society rule ആണ് പറയുന്നത്. The nomination for candidate of election for SCU is submitted form number 14B. ഇതൊക്കെ ഫോം നമ്പറിനെ കുറിച്ചാണ്. എഴുതിയെടുക്കേണ്ടവർക്കൊക്കെ എഴുതിയെടുക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഞാനും ട്രൈ ചെയ്യാണ്. കുറെ ഒന്നും മനസ്സിലാവണില്ല, കുറെയൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്ന തലയിൽ നിൽക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ്. റൂൾസ് ദാറ്റ് ഡീൽസ് വിത്ത് ഓഫീസ് ഓഫ് CCU ഷാൽ ബി ഹൗസ്ഡ് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്. റൂൾ 127. റൂൾസ് 127 ആണ്. In which rule defines the date of commencement of working registered society. റൂൾ 7 ആണ്. അതെന്ന് ഡിഫോൾട്ടർ ഈസ് ഡിഫൈൻഡ് റൂൾ 2 ആണ്. 2ലെ E ആണ് KCS റൂൾ വരുന്നത്. വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. സെക്ഷൻ 9B ആണ്. 19B ആണ്. സെക്ഷൻ 19B ആണ്. വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് റൈറ്റ് ഓഫ് എ മെമ്പർ to get information. Section 19B. Rule that deals with the education fund shall be paid within 2 months from date of issue audit report. Otherwise, chief executive of the society shall be liable to pay a penal interest. Rule 53BA. Rule that deals with the education fund.
Education fund shall be paid within 2 months. Education fund pay ചെയ്യണം എത്ര 2 monthsനുള്ളിൽ from the date of issue audit report. Otherwise, chief executive of the society shall be liable to pay a penal interest. അത് പറയുന്ന റൂള് 53BA ആണ്. Rule that deals with the procedure for execution of decision. Award of order. Rule 74. State Cooperative Election Commission consisted. Government ആണ് consist ചെയ്യുന്നത്. State Cooperative Election Commission consisted in the government. Ineligibility of director board members is specified. Rule 44 ആണ്. Ineligibility director board members ഉണ്ട്. അത് സ്പെസിഫൈ ചെയ്യുന്ന റൂൾ 44 ആണ്. Annual statement of account shall be prepared by chief executive within 1 month from the date of close to financial year. അപ്പം നമ്മൾ 50 ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്തത്. ഒരിക്കൽ കൂടി ഒരു 50 ക്വസ്റ്റ്യൻ കൂടി വായിച്ചു പോവാം. ഇതൊന്നും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ, പഠിക്കാൻ പറ്റും. അതുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കോഡൊക്കെ വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ എനിക്ക് വായിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ട് കത്തിയിട്ടില്ല, പറഞ്ഞു പോവാന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം ഒന്നുകൂടി. Under which act Triplicane Urban Cooperative Bank was registered? 1904 Act ആണ്. Youth Cooperative Education Program implemented the SCU ആണ്. The ultimate authority of NCUI is vested with the general body ആണ്. RIGHTCO is a federal society who prepared the AP. KSARDP ആണ്. Ex officio member of CCU, AR and AD. Under which Act NHRDF registered? Society Registration Act 1860. NAFCUB established 17 to 1977. First central cooperative bank in the world formed Germany. Urban Cooperative Bank is non-agricultural credit society type society ആണ്. KSCB is known as Keystone in the history of cooperation. IMA is inaugurated by T.T. Krishnan Achari in 1965. Sahakarana Prabodhini is published by Kochi Cooperative Institute. Intellectual nerve center of cooperative movement is Vamnicom. KSCRDB has given membership to South Wayanad Girijan Farming Cooperative Society in the year 1982. National Cooperative Development Fund is administered by NCDC. Chairman of NABARD is always Deputy Governor of RPM, who started head of Credit Union Raiffeisen. The development of communes in China was known as Great Leap Forward. Special development of debentures are fully purchased by NABARD. First core banking facility introduced in which cooperative sector? KSCB. Who was Divan at the time formation? Travancore Cooperative Society Act. M. Krishnan Nair. KF was established in the year 1899. Potentially linked credit plan was implemented by NABARD. In which section of KCS Act is mentioned as the reserve fund of the society in accordance with the provisions shall not be liable to attachment? Section 39(2). NHRDF stands for National Horticulture Research and Development Foundation. Chief Executive of NCDC is known as MD. The formation of NCUI is associated with the Cohen Committee report. Executive Committee of KSCB consists of 9 members. KICMA started in the year 2009. Affiliation fee is calculated on the basis of paid up share capital. Section that deals with the no restriction for overlapping cooperative societies. Section 7(1)(c). Form number of application for review to tribunal is 16.
Number of days notice is required for the meeting to consider the non-confidence motion is 15 days. Who has the power to give direction to the committee of a society to suspend the officer under section 66B? Register. Minimum affiliation fee payable to SCU is 100. In which rule of KCS Act deals with the society shall contribute towards education fund at the rate specified, Rule 53 2A. Form number of the register of the declaration of the movable property 8C. The period of administrator shall not exceed 1 year in aggregate. If the original ID card recovered after using duplicate ID, original card shall be surrendered to the society. The nomination for candidate of election for SCU is submitted in form number 14B. Rule that deals with office of CCU is shall be housed of Assistant Registrar Office, Rule 127. In which rule defines the date of commencement of working of a registered society, Rule 7. Defaulter is defined in Rule 2E, KCS rule. Which section of KCS Act deals with the right of a member to get information Act, Section 19B. Rules that deals with the education fund shall be paid within 2 months from the date of issue, audit report, otherwise chief executive of the society shall be liable to pay a penal interest, Rule 53BA. Rule that deals with the procedure for execution of decision, award or of order, Rule 74. State Cooperative Election Commission is considered government. Ineligibility of director board members is specified in Rule 44. Annual statement of accountant shall be prepared by the chief executive within 1 month from the date of close of financial year. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 50 ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് എന്താണ്, എഴുതിയെടുക്കാൻ പറ്റുന്നവരൊക്കെ എഴുതിയെടുക്കുക, നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.